നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരളത്തിലെ ആദ്യത്തേത് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പി എസ് സി എല്ലാവരും പഠിച്ചിരിക്കേണ്ട കേരളത്തിലെ ആദ്യത്തെ കുറച്ച് വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ നമ്മൾ വിട്ട് കളയാൻ പാടില്ല. നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവുവാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം. 1840 CMS കോളേജ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല CMS പ്രസ് കോട്ടയം. CMS പ്രസ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ഒന്നാമത്തെ ചലച്ചിത്രം വിഗതകുമാരൻ. മലയാളത്തിലെ ഒന്നാമത്തെ ചലച്ചിത്രം വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. 1847 ഹെർമൻ ഗുണ്ടർട്ട് പ്രകാശനം ചെയ്തതാണ് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യസമാചാരം. തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡി ഗാമ. 1498 കോഴിക്കോടിനടുത്ത് കാപ്പാടിൽ കപ്പലിറങ്ങിയത്. അപ്പോൾ കോഴിക്കോടിനടുത്ത് എവിടെയാണ് കപ്പലിറങ്ങിയത്? കാപ്പാടാണ്. 1498 വാസ്കോ ഡി ഗാമ ആദ്യമായി കേരളത്തിലെ കപ്പലിറങ്ങി. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യഹൂദ പള്ളി മട്ടാഞ്ചേരിയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യഹൂദ പള്ളി മട്ടാഞ്ചേരിയിലാണ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. 1772 ക്ലെമന്റ് പിയാനിയൂസ് പാതിരി എഴുതിയതാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്കിലുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. LGS LDC പോലെയുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാതും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ, എളുപ്പമാണെന്ന് കരുതിയിട്ട് നോക്കാതെ പോകരുത്. ഇതെല്ലാം നമ്മൾ പഠിച്ച് തന്നെ പോവുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.